മഞ്ജു വാര്യർ എന്ന പേര് മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റുന്നത് 1996 പുറത്തിറങ്ങിയ സല്ലാപം എന്ന ചിത്രത്തിലൂടെയാണ്. സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് ഒരു വർഷമാകുമ്പോഴേക്കും പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുക എന്നത് അക്കാലത്ത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ തൻ്റെ 18ാം വയസ്സിൽ തന്നെ മഞ്ജു അത് സാധ്യമാക്കി. മഞ്ജുവിൻ്റെ ഏറ്റവും ബോൾഡ് പെർഫോമൻസ് 1999 പുറത്തിറങ്ങിയ TK രാജീവ് കുമാറിൻ്റെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലാണ്. സ്വന്തം ജീവിതം തകർത്തവരെ കാമാഗ്നിയിൽ ചുട്ടരിക്കാനെത്തിയ ഭദ്ര എന്ന കഥാപാത്രമായി മഞ്ജു വാര്യർ തിളങ്ങിയപ്പോൾ ആ വർഷത്തെ ദേശീയ സിനിമാ പുരസ്കാരങ്ങളിൽ ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അവർ അർഹയായി. ഭദ്രയായി മഞ്ജു വാര്യർ പ്രേക്ഷകരെ ഞെട്ടിക്കുമ്പോൾ പ്രായം വെറും 21 മാത്രമാണെന്ന് ഓർക്കണം. ഈ പുഴയും കടന്ന്, ആറാം തമ്പുരാൻ, കന്മദം, കളിയാട്ടം, സമ്മർ ഇൻ ബത്ലഹേം, പ്രണയവർണ്ണങ്ങൾ, പത്രം, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് തുടങ്ങി ആദ്യകാലത്ത് മഞ്ജു ചെയ്ത സിനിമകളെല്ലാം കഥാപാത്രത്തിന്റെ മേന്മ കൊണ്ടും പ്രേക്ഷകർ ചർച്ച ചെയ്തവയാണ്. സിനിമയിൽ സജീവമായിരുന്ന 4 വർഷക്കാലം കൊണ്ട് 20ഓളം സിനിമകളാണ് മഞ്ജു അഭിനയിച്ചത്. അതിൽ 3/4 സിനിമകളും തിയേറ്ററിൽ വിജയം നേടിയതിനൊപ്പം മഞ്ജു എന്ന അഭിനേത്രിയെ കൂടി അടയാളപ്പെടുത്തി. കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് മഞ്ജു വിവാഹിതയാകുന്നത്. സല്ലാപം, ഈ പുഴയും കടന്ന സിനിമകളിൽ തൻ്റെ നായകനായിരുന്ന ദിലീപിനെ മഞ്ജു ജീവിതത്തിലും നായകനാക്കി. വിവാഹത്തിനു ശേഷം സിനിമയിൽ നിന്ന് താരം വലിയൊരു ഇടവേള എടുത്തു. മഞ്ജുവിനോട് സിനിമ നിർത്താൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് അക്കാലത്ത് പല അഭിമുഖങ്ങളിലും ദിലീപ് പറഞ്ഞത്. സിനിമയിൽ നിന്ന് ഇടവേള എടുത്തത് ആരുടെയെങ്കിലും സമ്മർദ്ദത്താലാണെന്ന് മഞ്ജുവും പറഞ്ഞിട്ടില്ല. മികച്ച നർത്തകി കൂടിയായ മഞ്ജു ഇതിനിടെ നൃത്തരംഗത്തു നിന്നും മാറി നിന്നു. നീണ്ട 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2012 ഒക്ടോബർ 24 മഞ്ജു തിരിച്ചുവരവിൻ്റെ സൂചന നൽകുന്നത്. ഗുരുവായൂർ ക്ഷേത്രം സംഘടിപ്പിച്ച നവരാത്രി നൃത്തോത്സവത്തിൽ മഞ്ജു ചിലങ്കയണിഞ്ഞു. അപ്പോഴും സിനിമയിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആലോചനയില്ലെന്നാണ് മഞ്ജു പറഞ്ഞത്. എന്നാൽ അധികം വൈകാതെ മഞ്ജുവിനെ സ്ക്രീനിലും കണ്ടു. ഇതിനിടെ ദിലീപുമായുള്ള ദാമ്പത്യത്തിനും മഞ്ജു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. റോഷൻ ആൻഡ്രൂസിന്റെ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയാണ് 2014 മഞ്ജുവിന്റെ തിരിച്ചുവരവ്. ആ തിരിച്ചുവരവിനെ ജീവിതം തിരിച്ചുപിടിച്ച തിരിച്ചുവരവ് എന്ന് വിശേഷിപ്പിക്കാനാകും മഞ്ജു ആഗ്രഹിക്കുന്നത്. വർഷങ്ങളോളം സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടും മഞ്ജുവിന്റെ തിരിച്ചുവരവിൽ മലയാളികൾ നൽകിയ സ്നേഹവും സ്വീകാര്യതയും അതിശയിപ്പിക്കുന്നതാണ്. ഹൗ ഓൾഡ് ആർ യു റിലീസ് ചെയ്ത തിയേറ്ററുകൾക്ക് മുന്നിൽ അന്ന് മഞ്ജുവിനായി ഫ്ലെക്സ് ബോർഡുകൾ പോലും ഉയർന്നു. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് പ്രേക്ഷകർ മഞ്ജുവിനെ മനസ്സ് നിറഞ്ഞു വിളിച്ചത്. ആദ്യകാലത്ത് കഥാപാത്രങ്ങളുടെ സ്വഭാവം ബഹുഭൂരിപക്ഷവും ഒരേ പാറ്റേണിലായിരുന്നെങ്കിൽ 2ാം വരവിൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ മഞ്ജു ശ്രദ്ധിച്ചു. എന്നും എപ്പോഴും, റാണി പത്മിനി, വേട്ട, കെയർ ഓഫ് സൈറ ബാനു, ഉദാഹരണം സുജാത, വില്ലൻ, ആമി, ഒടിയൻ, ലൂസിഫർ, പ്രതി പൂവൻകോഴി, ചതുർമുഖം, ലളിതം സുന്ദരം, എമ്പുരാൻ തുടങ്ങിയ മലയാളത്തിൽ തനിക്ക് മാത്രമായി ഒരു സ്പേസ് ഇപ്പോഴും ഉണ്ടെന്ന് മഞ്ജു ആവർത്തിച്ചു. ഇതിനിടെ മലയാളത്തിന് പുറത്തും മഞ്ജു ശ്രദ്ധിക്കപ്പെട്ടു. വെട്രിമാരൻ ചിത്രം അസുരനിൽ ധനുഷിനൊപ്പം മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു മഞ്ജു. വിനോദിന്റെ അജിത് കുമാർ ചിത്രം തുനിവ്, വെട്രിമാരന്റെ വിടുതലെ, TJ ജ്ഞാനവേൽ ചിത്രം വേട്ടയനിൽ സാക്ഷാൽ രജനിയുടെ നായിക എന്നിങ്ങനെയെല്ലാം മഞ്ജു തന്റെ കരിയർ ഗ്രാഫ് ഉയർത്തി. 18 വയസ്സിൽ മലയാളി പ്രേക്ഷകർ നൽകിയ സ്നേഹവും സ്വീകാര്യതയും ഇന്ന് 47 വയസ്സിലും മഞ്ജുവിന് ലഭിക്കുന്നുണ്ട്. മലയാളത്തിൽ അപൂർവം നടിമാർക്കേ ഈ തുടർച്ച ലഭിച്ചിട്ടുള്ളൂ എന്നതുകൂടി പരിഗണിക്കുമ്പോൾ മഞ്ജു പ്രേക്ഷകർക്ക് എത്രത്തോളം പ്രിയപ്പെട്ട അഭിനേത്രിയാണെന്ന് വ്യക്തം. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിന് ജന്മദിനാശംസകൾ.